കോഴിക്കോട് മഴയ്ക്ക് ശക്തി കുറഞ്ഞെങ്കിലും പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കോയിൽത്തായം മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ നിരവധി വീടുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കുന്നമംഗലം ഭാഗത്തേക്ക് പോകുന്ന റോഡ് അടച്ചിരിക്കുകയാണ്. അരുൺ സോളമൻ സ്ഥലത്തുണ്ട്. അരുൺ, എന്താണ് അവിടുത്തെ സാഹചര്യം? കുന്നമംഗലം ഭാഗത്തേക്കുള്ള റോഡ് അടച്ചിട്ടിരിക്കുന്നു. വീടുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണോ? ഇവിടെയൊക്കെ ആളുകളെയൊക്കെ എവിടത്തേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്? സ്മൃതി, നിലവിൽ രാവിലെ മാത്രമാണ് കോഴിക്കോട് ഈ ഭാഗങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നത്. പക്ഷേ നിലവിലെ സ്ഥിതി അതല്ല. ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങിപ്പോകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഞാൻ ഇപ്പോഴുള്ളത് ഈ പൊയിൽത്താഴം എന്ന് പറയുന്ന ഭാഗമാണ്. ഇത് കുന്നമംഗലം ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ്. 2018-ലും സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു തലത്തിലേക്ക് ഇപ്പോഴും വെള്ളം കയറിയിട്ടില്ല. പക്ഷേ നിലവിൽ ഇവിടുത്തെ റോഡ് അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായിട്ടും തടസ്സപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രദേശം പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ ഇന്നലെ പുലർച്ചെ 2:30 മണിയോടുകൂടിയാണ് വെള്ളം ഇത്രത്തോളം കയറിയത്. തൊട്ടടുത്ത് പുഴ ഇപ്പോൾ കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പൂർണ്ണമായിട്ടും ആളുകൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടോ? വീടുകളിൽ നിന്നൊക്കെ ആളുകളെ പൂർണ്ണമായിട്ടും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ പ്രായമായ ആളുകളെയും രോഗികളെയും ഒക്കെ ഇന്നലെ രാത്രി തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗം മടവൂർ ഗ്രാമപഞ്ചായത്താണ് ഇത് ഉൾക്കൊള്ളുന്നത്. തൊട്ടടുത്ത് കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്താണ്. മടവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗം ആരാമ്പുറത്ത് ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ട്. ആ ക്യാമ്പിലേക്ക് ആളുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സന്നദ്ധ പ്രവർത്തകർ എപ്പോഴും ജാഗരൂകരായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കുറെ ആളുകൾ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നലുണ്ടോ? ഒറ്റപ്പെട്ടത്, അതായത് വെള്ളം കയറി ഒറ്റപ്പെട്ടില്ലല്ലോ. കാരണം ഇവിടെ വേറെ സംവിധാനമില്ലല്ലോ. ഇത് അങ്ങോട്ടും മാറ്റി ഒഴിവാക്കി പോകാനുള്ള സംവിധാനമില്ല. കാരണം അങ്ങനെ സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ല. വെള്ളത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. കാരണം ഇന്നലെ തന്നെ ഉറക്കമൊക്കെ മാറ്റിവെച്ച് ഈ ഒരു പ്രവൃത്തിയിലാണ് ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 2:30 മണി മുതൽ ഇവിടെ ആളുകൾ സന്നദ്ധമായിട്ട് വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. അവരത് പിന്നെ വയസ്സന്മാരെ പ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാഹനങ്ങൾ കുറെ മാറ്റിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ആർക്കും വയ്യായി വന്ന് കഴിക്കുകയാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സംവിധാനമുണ്ടല്ലോ. അതിന്റെ ആരംഭത്തിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ വെള്ളം സാഹചര്യമാണ് ഉള്ളത്. ആളുകളെ മാറ്റി പാർപ്പിക്കുന്നു. പലയിടത്തും വീടുകൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ.